ഇത് നമ്മുടെ നാടൻ ചെമ്മീൻ ഞാൻ പുളിവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് എന്തിനറിയോ? ഒരു ഗോവൻ ഡിഷ് ഉണ്ടാക്കാനാണേ. വെൽക്കം ടു ജെവി ക്യാം ഷോട്ട്സ്. അപ്പം നമ്മൾ ഇന്ന് വേറെ അടിപൊളി സംഭവമായിട്ട് വരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഇതാണ്ടോ, ഇത് ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ ഉണ്ടാക്കിയതാണ് കേട്ടോ. ചപ്പാത്തി, സ്റ്റൂവ്, ചിക്കൻ കൂട്ടാൻ. എന്തായാലും വിശദമായിട്ടാണ് കേട്ടോ. ഒന്ന് രാവിലത്തെ അത് കഴിഞ്ഞിട്ട് വേണം വെള്ളത്തിലിട്ട് വെച്ച ചെമ്മീൻ്റെ കാര്യം ഒന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട്. അതൊരു ഗോവൻ ഡിഷാണ് കേട്ടോ. അതിൻ്റെ ഇടയിലാണ് ഞാൻ ഈ ചപ്പാത്തി വരുത്താൻ വേണ്ടി പോയത്. എന്തായാലും ഇവിടെ എല്ലാവർക്കും ചപ്പാത്തി ഇഷ്ടമാണ്. അത് കാരണം ചപ്പാത്തിയുടെ കൂടെ സ്റ്റൂവിനെക്കാട്ടും ഇഷ്ടം ചിക്കനാണേ. അപ്പം നമ്മൾ ഇന്നത്തേക്ക് അടുത്ത നമ്മുടെ ഇതിലേക്ക് കടക്കുകയാണ്. ആദ്യം നമ്മൾ വെച്ചിട്ട് ഞാൻ വെളിച്ചെണ്ണ ഇട്ട് എടുത്തത്. ഗോവൻ അണിച്ചാലും എന്താണെച്ചാലും നമുക്ക് വെളിച്ചെണ്ണയാണ്. അപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ഒന്നങ്ങോട്ട് ചൂടായി വന്നതോട് കൂടിയിട്ട് ഞാൻ കറിവേപ്പില ഇട്ടു. കറിവേപ്പില ഇട്ടിട്ട് ഗോവക്കാർക്ക് കടുക് ഇഷ്ടമല്ല തോന്നുന്നുണ്ട്. കടുക് ഇട്ടൊന്നും കാണിച്ചില്ല കേട്ടോ. അത് കാരണം ഞാൻ കറിവേപ്പില മാത്രമേ ഇട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ഉള്ളി ചെറിയ ഉള്ളി ആയിരുന്നു. ചെറിയ ഉള്ളി തന്നെയാണ്. ചെറിയ ഉള്ളി മുറിച്ച് ചെറുതാക്കിയിട്ടാണ് കേട്ടോ. കുറച്ച് വലിയ ചെറിയ ഉള്ളി ആയിരുന്നു കേട്ടോ. ഞാനതിങ്ങനെ ചെറുതാക്കി മുറിച്ച് തറച്ചിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഇനി അത് നന്നായിട്ടൊന്ന് വാടി വന്നിട്ട് ഇത് കുറേ ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്താ നന്നായിട്ട് ടേസ്റ്റ് ഉണ്ടായിക്കോട്ടെ എന്ന് വെച്ചിട്ട്. കാരണം ഇവിടെ ചെമ്മീൻ ആർക്കും ഇഷ്ടമല്ലാത്തത് കാരണം ഞാൻ കുറച്ച് പച്ചമുളക് ഇട്ടു. പച്ചമുളക് നമുക്ക് ഇഷ്ടമുള്ള പോലെ തറ മുറിച്ചിടാം കേട്ടോ. എരിവിനനുസരിച്ചൊക്കെ ഇടേ. എന്നിട്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ട് ഇട്ടു. ഇത് വെളുത്തുള്ളി ചതച്ചിട്ടിട്ട് പിന്നെ ഇഞ്ചിയും ചതച്ചിട്ടു. അത് മാർബിളിൻ്റെ സാധനം വാങ്ങിയിട്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കുത്തി കഷ്ടപ്പെടുന്നു. എന്നിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടു. എന്നിട്ട് അത് നന്നായിട്ട് വഴഞ്ഞ് വന്ന സമയത്ത് അതിൽ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പോട്ടെ, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഉപ്പ് ഞാൻ കുറച്ച് അങ്ങനെ പാകത്തിന് ഇട്ടതാണ് കേട്ടോ. പിന്നെ ഈ ചെമ്മീൻ ഞാൻ നന്നായിട്ട് പിഴിഞ്ഞ് വാരി ഇട്ടതാണ് കേട്ടോ. കാരണം പുളിവെള്ളത്തിലിടുന്ന സമയത്ത് അതിൻ്റെ ഒരു ഇത് മാറി കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തത്. പിന്നെ അതിൻ്റെ മേലെ കൂടെ ഒരു ലേശം പുളിവെള്ളം ലേശമാവാം. വല്ലാണ്ടത് വാട്ടറി ആവാൻ പാടില്ല കേട്ടോ. എന്നിട്ട് ഈ പുളിയും ഇതെല്ലാം കൂടി ഇതിൻ്റെ മേലേണ്ട് പിടിച്ചത് ഞാൻ കുറച്ച് തേങ്ങ ചിരവി അങ്ങോട്ട് വെതറി. കണ്ടോ, അത്തപ്പൂക്കളിടാൻ അവസ്ഥ ഇപ്പോൾ ഇത് കണ്ടോ. നന്നായിട്ട് പിന്നെ അത് നല്ല ചിക്കി പൊരിച്ചെടുത്തു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അതിലേക്ക് ചെറിയ ഇലയിലേക്കൊക്കെ ആക്കിയിട്ട് നല്ല ഫസ്റ്റ് ക്ലാസ് ഡ്രസ്സിങ് ചെയ്തു. കണ്ടോ, ഈ ചട്ടി ഞാൻ ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നതാ കേട്ടോ. അതിലിങ്ങനെ ഇലയൊക്കെ വെച്ചിട്ട് അതിൽ വെച്ചു. പക്ഷെ ഇവർ രണ്ടാളും കാര്യമായിട്ട് ഈ സാധനം കഴിച്ചില്ല കേട്ടോ. ഞാൻ തന്നെ കഴിച്ചു. ഫസ്റ്റ് ക്ലാസ് കഴിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം അത് കാണുമ്പോൾ തന്നെ നല്ല ക്രിസ്പിയാണെന്ന്. അതുകൊണ്ട് നമ്മൾ അത് ഫിനിഷ് ചെയ്തു. എങ്ങനെയുണ്ട് ഗൈസ്? ഇത് ഇഷ്ടപ്പെട്ടെന്നാവും തോന്നുന്നു.